നമുക്കങ്ങനെ മറ്റൊരാൾക്ക് ആസ്വാദനത്തിന് വേണ്ട നമ്മുടെ ശരീരം മറച്ചു വെക്കും. നമ്മുടെ ശരീരം നമ്മുടെ മാത്രമാണ്. മറ്റൊരാൾ കാണരുതെന്ന് വെച്ചാൽ പൊതിഞ്ഞു മൂടി വെക്കും. നമ്മുടെ ഒരു വസ്തു വേറെ ആൾ കാണരുതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? പൊതിഞ്ഞു മൂടി വെക്കും. നമ്മുടെ വസ്തു മറ്റെല്ലാവരും കണ്ടോട്ടെ എന്ന് കരുതി നമ്മളത് ഓപ്പൺ ചെയ്തിടും. ഇത്രയല്ലേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഒരു പോസ്റ്റ് ഇട്ട്, ഞാൻ അതിൻ്റെ കുറിച്ച് ഇത് വായിക്കാം. ഞരമ്പ് രോഗമുള്ള ആണുങ്ങളില്ല എന്ന് പറയുന്നില്ല, എല്ലാ ആണുങ്ങളും സത്യവാനാണെന്ന് പറയുന്നില്ല. ജീവിതത്തിൽ മോശമായ ഒരുപാട് അനുഭവങ്ങൾ ഞരമ്പ് രോഗിയിൽ നിന്ന് നേരിടുകയും തക്ക സമയത്ത് ഞരമ്പ് രോഗത്തിന് പരിഹാരം കാണുകയും ചെയ്ത ആളാണ് എന്ന അനുഭവ സമ്പത്തിനെ മുൻനിർത്തി പറയട്ടെ. ഇക്കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഒരു പെൺകുട്ടിയുടെ സാരിക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കിയ ഒരു വയസ്സായ മനുഷ്യനെ പഞ്ഞിക്കിടുന്ന വീഡിയോ. ആദ്യമേ തന്നെ ആണുങ്ങളോട് പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ച, ചേട്ട, സഹോദര, മകനെ, ദയവായി ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോകാതെ ഇരിക്കുക. ഞാൻ സാരി പതിവായി ഉടുക്കാറുണ്ട്. ഇന്നേ നാഴിക വരെ എൻ്റെ എങ്ങും ആരും ഒളിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിന് കാരണം സാരി ഉടുക്കേണ്ട പോലെ ഉടുക്കണം. കേട്ടിട്ടില്ലേ, കാടി ആയാലും മൂടി വെക്കണമെന്ന്. ഇതാ ഞാനും സാരി ഉടുത്ത ഒരു ഫോട്ടോ ഒപ്പം പങ്കുവയ്ക്കുന്നു. സാരി അത്യാവശ്യം ഒരു സെക്സി ഡ്രസ്സാണ്. പെണ്ണിന്റെ മനസ്സ് പോലെ അവൾ ആഗ്രഹിക്കും പോലെ ഉടുക്കാൻ കഴിയും. പുതിയ ട്രെൻഡ് മാറിടം പുറത്തിടാം, ഇത്ര % പോലെ. അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങൾ വെളിയിലിട്ട് വയർ പുറത്തിടാം, ഏതാണ്ട് പുറമ്പോക്ക് മിച്ച ഭൂമിയെ പോലെ. പട്ടയം കിട്ടിയതോ ഇല്ലാത്തതോ പോലെ. പുറകുവശം ചേന ചെത്തി കണ്ടിച്ച പോലത്തെ ബ്ലൗസും ഇടാം. ബ്ലൗസ് ഇടാതെ സാരി ഉടുക്കാം. അങ്ങനെ അത്യാവശ്യം എന്നല്ല, ഇത്രയും സെക്സി ആയുള്ള വസ്ത്രം വേറെയില്ല.